എല്ലാവരും പറയുന്നു 107, 110, 130 എത്രയോ പടങ്ങൾ ഒരുമിച്ചായി. അത് കാരണമാണ് ഗിന്നസ് ബുക്കിൽ നിങ്ങളുടെ പേര് വന്നതെന്ന് പറയുന്നു. ആ അങ്ങനെയാണോ എന്ന് ഞാൻ ചോദിക്കും. എനിക്കറിയില്ല, അതിൻ്റെ കണക്കൊന്നും അറിയില്ല. ഇനി ഈ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ ഒക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു 5, 6, 7, 8 പടങ്ങൾ അഭിനയിക്കുന്നതിന് മുമ്പ് തന്നെ അവർ പ്രേമിക്കും, കല്യാണം കഴിക്കും. അല്ലെങ്കിൽ ആ പെണ്ണ് ഉടനെ ഇവിടെ നിന്ന് കുറേ കാശൊക്കെ ഉണ്ടാക്കി അവർ പോയി വേറെ കല്യാണം കഴിക്കും, ഇയാൾ വേറെ കല്യാണം അല്ലെങ്കിൽ തന്നെ പ്രേക്ഷകർ പറയും ഈ ജോഡി എത്രയായി, മടുത്തെന്ന് പറയും. മടുത്തു എന്ന് പറയും, അവർക്ക് മടുത്തു. പക്ഷെ അന്ന് ടെലിവിഷൻ ഇല്ല, വേറെ ഒന്നും ഇല്ലാത്തൊരു കാലത്തായിരുന്നു ഞങ്ങൾ അഭിനയിച്ചുകൊണ്ടിരുന്നത്. വേറെ ഒരു വഴിയില്ല. ഇപ്പോൾ വന്ന് നോർത്ത് നിന്നും കർണാടകത്തു നിന്നും തെലുങ്കിൽ നിന്നും ഒക്കെ കുറേ പെണ്ണുകൾ വരുന്നു, കുറേ ആണുങ്ങളും വരുന്നു. അപ്പോൾ അവർക്ക് ഒരുപാട് ചോയ്സ് ഉണ്ട് പ്രൊഡ്യൂസേഴ്സൊക്കെ. അവർക്ക് വേറെ ചോയ്സ് ഇല്ല, ഷീല നസീർ എന്നല്ലാതെ വേറെ ചോയ്സ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. 725 സിനിമകളിലാണ് നായകനായിട്ട് അങ്ങനെ അഭിനയിച്ചതുപോലെ നൈറ്റ് ആൻഡ് ഡേ ആരും അഭിനയിച്ചിട്ടില്ല. അത്രത്തോളം കഷ്ടപ്പെട്ടാണ് അഭിനയിച്ചത് കേട്ടോ. ചുമ്മാ അതൊന്നും ഒരു പടം 2 പടം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഫ്ലോക്കിൽ കിട്ടും. പിന്നെ ഇത്ര കാലങ്ങളോളം ഇപ്പോഴും നിങ്ങളൊക്കെ നമ്മളെല്ലാവരും അങ്ങേരെ പറ്റി ഓർമ്മിക്കാന്ന് വെച്ചാൽ അങ്ങേരെ ഹാർഡ് വർക്കാണ് അതിൻ്റെ കാര്യം. പിന്നെ പ്രൊഡ്യൂസേഴ്സുമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു വൈബ്രേഷൻ എന്നൊക്കെ നിങ്ങൾ പറയില്ലേ, അത് ആരുടെ കഷ്ടവും ഒരു പ്രൊഡ്യൂസറും കഷ്ടപ്പെടാൻ പാടില്ല. അങ്ങേരുടെ കാര്യത്തിൽ നോക്കിയാൽ അങ്ങനെയാണ്, അങ്ങേരുടെ സ്വഭാവം അതാണ്. പ്രൊഡ്യൂസേഴ്സ് എല്ലാം ആരും കൂടെ അഭിനയിക്കുന്ന ആൾക്കാരാണെങ്കിലും ഇത്രയും പടങ്ങൾ, ഇത്രയും 10-20 കൊല്ലം ഞാൻ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും ദേഷ്യപ്പെട്ട് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. എന്താ അങ്ങനെ ചെയ്തത് എന്ന് പോലും. ഇത്ര അധികം കഥാപാത്രങ്ങളായിട്ട് മാറുമ്പം ഒരാൾക്ക് ദേഷ്യം വരാനുള്ള സാധ്യത താരതമ്യേന കൂടുതലാണല്ലോ. ശരി, അതെ, അത് ജനനീയമുള്ളൊരു സ്വഭാവങ്ങളാണ്. പെട്ടെന്ന് അഭിനയിക്കാൻ വെച്ചാൽ കുറച്ച് നാൾ, 1 കൊല്ലം അഭിനയിക്കാം, 2 കൊല്ലം അഭിനയിക്കാം. പക്ഷേ ജനനെ അങ്ങനെ ഒരു സ്വഭാവമുള്ള ഒരാളാണ് അങ്ങനെ. രാവിലെ ഒരു സിനിമ, ഉച്ചയ്ക്ക് ഒരു സിനിമ, വൈകിട്ട് ഒരു സിനിമ, അങ്ങനെ അഭിനയിച്ചിട്ടില്ല. അതെ അത് രാവിലെ ഞാൻ വരുമ്പോൾ പാവാട ധാവണിയൊക്കെ ഇട്ടുകൊണ്ട് 2 പേരും പാട്ടൊക്കെ പാടിക്കൊണ്ട് ഇരിക്കുന്ന അതായത് കാലത്ത് 7 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഉടനെ പോയി തലയിലൊക്കെ കുറേ നേരെയൊക്കെ ഇട്ടുകൊണ്ട് മകനെ നിനക്ക് വേണ്ടി എന്നൊരു പടത്തിൽ അമ്മയും എൻ്റെ മകനായിട്ട് നസീർ സാർ അഭിനയിക്കും. രാത്രി ആവുമ്പോൾ ഞാൻ അങ്ങേരെ ഭാര്യയായിരിക്കും. രാത്രി അത് ഒരു 9 മണി മുതൽ രാത്രി 2 മണി വരയ്ക്കും അങ്ങേരെ ഭാര്യയായിട്ട് അഭിനയിക്കും. അങ്ങനെ 4 ഷെഡ്യൂൾ. രാത്രി 2 മണി മുതൽ കാലത്ത് 5 മണി വരയ്ക്കും പോലും 4ാമത്തെ ഷെഡ്യൂൾ. പിന്നെ മോളായി ഇങ്ങനെ. പക്ഷെ ഞാൻ തന്നെ നസീർ സാർ വരും, എന്താ കൊച്ചാ ഇന്ന് എന്താ, ഞാൻ മോനാണോ മകളാണോ ആരാണ് നിങ്ങൾ എൻ്റെ ചോദിച്ചുകൊണ്ടാണ് വരുന്നത്. വേറെ അടുത്തടുത്തുള്ള ഫ്ലോറല്ലേ, അടുത്താണ് AVN സ്റ്റുഡിയോ. അവിടെ നിന്ന് അങ്ങോട്ട് പോയി അഭിനയിക്കും, അവിടെ പോയി അഭിനയിക്കും. നസീർ സാർ പെട്ടെന്ന് പോയി ശാരദയുടെ ആയിരിക്കും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ പിന്നെ ഓടി വന്ന് ഇവിടെ അഭിനയിക്കും. ഇന്ന് ഞാൻ ഈ ഇടയ്ക്ക് ഒരു ഡബ്ബിങ്ങിന് വേണ്ടി AVN സ്റ്റുഡിയോയിൽ പോയിരുന്നു. ആ സ്റ്റുഡിയോ കണ്ടപ്പോൾ എനിക്ക് വാസ്തവത്തിൽ കുറേ കാലത്തിന് ശേഷമാണ് കാണുന്നത്. എനിക്ക് നെഞ്ച് പൊട്ടിപ്പോയി. കാരണം അത്രത്തോളം പടങ്ങൾ ഞങ്ങൾ അവിടെ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം 40 സിനിമയിലെ മറ്റേ ഡബിൾ റോളാണ് ഇതിന്റെ കൂട്ടത്തില്. അതെ, തിരിച്ചടി ആദ്യത്തെ പടം തിരിച്ചടി പടത്തിൽ വന്ന അങ്ങേര് പോലീസാണ് എന്നെ പ്രേമിക്കുന്നത്. പക്ഷെ പോലീസ് ഒരു കള്ളനെ പിടിക്കാൻ നടക്കും. ആ കള്ളനും നസീർ സാർ തന്നെ. പക്ഷെ ആ നസീർ സാറും വന്ന് എന്നെ പ്രേമിക്കുന്ന പോലെയൊക്കെ അഭിനയിക്കും. പക്ഷെ പോലീസുകാരനും ഇങ്ങനെ 2 പേരും തമ്മിലുള്ളൊരു നല്ല പാട്ടുകളുള്ളൊരു പടമാണ്. 2-3 പടത്തിൽ ഞാൻ അങ്ങേരെ ഡബിൾ റോളിലായിട്ട് അഭിനയിച്ചിട്ടുണ്ടല്ലോ. പിന്നെ അച്ചാരമണി, ഓശാരോമന. ഇത് ഡബിൾ റോൾ പരിപാടി അന്ന് എങ്ങനെയാ, ഗ്രാഫിക്സ് ഇല്ലാത്ത സമയത്ത്? ഇപ്പോൾ വന്ന് ഗ്രാഫിക് എന്തെല്ലാം ഫെസിലിറ്റീസ് ഉണ്ട്. അന്ന് അങ്ങനെ ഒന്നുമില്ല. കൽപ്പന എന്നൊരു പടത്തിൽ ഞാൻ 4 ക്യാരക്ടറാണ്, ഡബിൾ റോളല്ല, 4 റോളാണ്. ഒരു പെണ്ണ് വളരെ ഇങ്ങനെ പാവമായിട്ടിരിക്കുന്ന പെണ്ണ്, ഇനി ഒരാൾ നല്ല പാൻറ് ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത്, ഇനി ഒരു ഗ്രാമത്തിലുള്ളൊരു പെണ്ണ്, ഇനിയൊരു പെണ്ണ്, ഒരു സാധാരണ ഇങ്ങനെയൊരു പെണ്ണ്. 4 ക്യാരക്ടർ, ഒരു ക്യാമറ എന്നൊക്കെ വലിയ ഇങ്ങനത്തെ ഉള്ളല്ലോ. അപ്പോൾ ഇവിടെ ഇത് ഒട്ടിക്കും, ഒരു ബ്ലാക്ക് ഇത് ഒട്ടിച്ചിട്ട് ഒരെണ്ണം 4 പേര് ഇരുന്ന് സംസാരിക്കുമ്പോൾ ഒരെണ്ണം ഒട്ടിച്ച് അത് എടുക്കും. വലിയ പാടാ. ആ സ്ഥലങ്ങളെല്ലാം കൺട്രോൾ ചെയ്തിട്ട് അങ്ങനെയാണ് എടുക്കുന്നത്. വലിയ പാടാണ്. ശീലാമ്മ 3 പടം, എത്ര സിനിമ ഡയറക്റ്റ്? 3 പടം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. 3 സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് യക്ഷഗാനം എന്ന് പറയുന്ന ഒരു സിനിമ, പിന്നെ ശിഖരങ്ങൾ, പിന്നെ നിனைவுകളെ നീങ്ങി വിടുന്ന ഒരു തമിഴ്.
ഒരു തമിഴ് പടവും ഒരു തമിഴ് ഡയറക്റ്റ് പടം. ചെയ്തിട്ടുണ്ട്. അതെ. അതിന്റെ ഒരു കറേജ് എങ്ങനെയായിരുന്നു അന്ന്? അത് ഒന്ന് എന്താണെന്നറിയോ, തിരക്കുണ്ടല്ലോ. ഒരുപാട് തിരക്കായിരുന്നു. ഇനി അഭിനയിച്ച് എനിക്ക് മടുത്തുപോയി. യോ ഇതെന്താ ഇപ്പോൾ രാവിലെ ആയാൽ പോയി അഭിനയിക്കുക, രാത്രിയായി അഭിനയിക്കുക. പിന്നെ ചില പുതിയ ഡയറക്ടർമാർ വരും. അപ്പോൾ അവർക്ക് ഒരു ഷോട്ട് വയ്ക്കാൻ അറിയില്ല, എങ്ങനെയാണ് ഒരു ട്രോളി വെച്ചാൽ എങ്ങനെയാണെന്നറിയാം. കട്ട് പറയാതെ ഞങ്ങൾ അഭിനയിക്കാൻ നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കും. സാർ കട്ട് പറയാൻ സാറെന്ന് ഞങ്ങൾ പറയേണ്ടി വരും. അങ്ങനെയൊക്കെ കണ്ടപ്പോൾ ഇവരെല്ലാം ഡയറക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തുകൊണ്ടൊരു പടം ഡയറക്റ്റ് ചെയ്തുകൂടാ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഒരു സന്ദർഭം വന്നു. പിന്നെ ഞാൻ ചുമ്മാ അന്നൊന്നും ടി വി ഇല്ലല്ലോ. ഞാൻ ഇപ്പോൾ വന്ന് വൈകുന്നേരം ആയാൽ നമുക്ക് ഈ ഫോണിൽ വന്ന് എന്തെങ്കിലും യൂട്യൂബോ അതെന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കാം, അല്ലെങ്കിൽ ടി വി കണ്ടുകൊണ്ടിരിക്കാം. അന്ന് വൈകുന്നേരം ആയ നൈറ്റ് ഷൂട്ടിങ് വളരെ കുറവായിരിക്കും. അപ്പോൾ വൈകുന്നേരം വന്ന് ഞാൻ ഈ യക്ഷഗാനം എന്നുള്ള കഥ എഴുതി, അതിൻ്റെ ഡയലോഗ്സ് എഴുതി, അതിൻ്റെ സ്ക്രീൻ പ്ലേ എഴുതി, അതിൻ്റെ ബ്രേക്ക് ഡൗൺ ചെയ്തു, എല്ലാം ചെയ്തു വെച്ചിട്ട് എന്നിട്ടാണ് ഞാൻ ഒരു പത്രക്കാരന് വേണ്ടിയാണ് ആ പടം എടുത്തത്. ഒരു പത്രക്കാരൻ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു മകളുടെ കല്യാണത്തിന് വേണ്ടിയൊക്കെ. അപ്പോൾ അങ്ങേരോട് ഞാൻ പറഞ്ഞു ഈ പടം എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ ഡിസ്ട്രിബ്യൂട്ടറൊക്കെ ഏർപ്പാട് ചെയ്തത് കൊടുത്തു. എന്ന് അങ്ങേർക്ക് വേണ്ടി ഞാൻ ചെയ്തതാണ്. നസീർ സാറുമായിട്ട് ആദ്യം ഒന്നിച്ചഭിനയിച്ച സിനിമ ഏതായിരുന്നു? എനിക്ക് തോന്നുന്നു നിലമണിഞ്ഞ കാൽപ്പാടുകൾ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുറേ പടങ്ങൾ ഇങ്ങനെ സത്യൻ സാറിൻ്റെ കൂടെ, പിന്നെ നസീർ സാറിൻ്റെ കൂടെ, പിന്നെ നസീർ സാറിൻ്റെ കൂടെ തന്നെ. പക്ഷേ എൻ്റെ നല്ല പടങ്ങളൊക്കെ, നല്ല കഥ ഉള്ള പടങ്ങളൊക്കെ സത്യൻ സാറിൻ്റെ കൂടെയായിരുന്നു. ഈ പ്രേമാങ്കീമം എന്നൊക്കെ ഉള്ള പടങ്ങളെല്ലാം മിക്കവാറും നസീർ സാറിൻ്റെ കൂടെയായിരുന്നു. എന്നാലും ആ കാലഘട്ടത്തെക്കുറിച്ചും നസീർ സാറിനെ കുറിച്ചും എന്തെങ്കിലും ഒന്ന് പറയാമോ എന്ന് വെച്ചാൽ ഞങ്ങൾ മധു സാറിനെ സമീപിച്ചിരുന്നു. പ്രേം നസീറിനെ ഓർക്കുക എന്ന് പറയുന്നത് ഒരു സുഖമുള്ള കാര്യമാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒരു ചെറുപ്പക്കാരൻ ആക്ടിങ് കോമ്പറ്റീഷൻ എഴുതുന്നു. അത് ടൗൺ ഹാളിലായിരുന്നു നടന്നിരുന്നത്. അന്ന് CI പരമേശ്വരമുള്ള സാറ്, പിന്നെ കൈനിക്കര കുമാരമുള്ള സാറ്, അങ്ങനെ അതിൻ്റെ ഈ ട്രിവാൻഡ്രം ഡ്രാമാറ്റിക് ബ്യൂറോയുടെ മെമ്പേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു. അന്ന് ഈ ചെറുപ്പക്കാരന് 10-20 വയസ്സ് തികച്ച് വരില്ല. അന്ന് ഷേക്സ്പിയറിൻ്റെ ലോക നാടകത്തിൽ ഏറ്റവും വലിയ വില്ലൻ എന്ന് കണക്കാക്കപ്പെടുന്ന ശേഷം ദുഷ്ടനായ ഒരു കഥാപാത്രം, ഷൈലോക്കാണ് ക്യാരക്ടറിൻ്റെ പേര്, അത് മലയാളത്തിലാക്കിയിട്ട് അത് അവതരിപ്പിക്കുക. അതാണ് ഈ ആക്ടിങ് കോമ്പറ്റീഷന് വന്നപ്പോൾ അദ്ദേഹം ചെയ്തത്. ഈ ഷൈലോക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരിക്കലും പ്രേം നസീറിനെ ഓർക്കാൻ സാധിക്കില്ല. അങ്ങേറ്റം വെറുക്കപ്പെടുന്ന ഒരു മനുഷ്യനാണ് ഈ ഷൈലോക്ക്. ആ കഥാപാത്രമായിട്ട് പ്രേം നസീർ എന്നല്ല, അന്ന് അബ്ദുൽ ഖാദറാണ്. എന്നിട്ട് അതിന് ഫസ്റ്റ് പ്രൈസ് കിട്ടി ഒരു ചെറുപ്പക്കാരൻ. ഈ ചെറുപ്പക്കാരനാണ് പിന്നീട് പ്രേം നസീറായതെന്ന് പിന്നീടാണ് മനസ്സിലാകുന്നത്. ആലോചിക്കുക, ഇപ്പോൾ പ്രേം നസീറിന് ഇങ്ങനെ പ്രേമിക്കാൻ മാത്രമേ അറിയാവൂ, മരം ചുറ്റാനേ അറിയാവൂ, പാടാനേ അറിയാവൂ എന്നൊക്കെ ശത്രുക്കൾ പറയാറുണ്ട്. ശ്രദ്ധിക്കാതെ ആ സിനിമയിൽ തന്നെ അദ്ദേഹം നല്ല ഒന്നാന്തരം കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്നീ ടീനേജിൽ 18-19 വയസ്സുള്ള കാലത്ത് ഈ ഷൈലോക്കിൻ്റെ ക്യാരക്ടർ അഭിനയിച്ച് അതിന് ഫസ്റ്റ് പ്രൈസ് ഇത്രയും വലിയ പ്രഗത്ഭന്മാരിൽ നിന്ന് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അത് അഭിനയത്തിന് അങ്ങേറ്റം കഴിവുള്ള, വാസനയുള്ള, എന്താ പറയുക, ദൈവാനുഗ്രഹമുള്ള ഒരു ചെറുപ്പക്കാരന് മാത്രമേ സാധിക്കുകയുള്ളൂ. സത്യത്തിൽ പ്രേം നസീർ നമ്മൾ കണ്ടതിനേക്കാളുമൊക്കെ വലിയ ആക്ടറായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ശരിക്ക് പ്രയോഗിക്കാൻ നമുക്ക് സാധിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ചെയ്ത ക്യാരക്ടറുകൾ വളരെ മെച്ചമായി പോയതുകൊണ്ട് അതിൽ തന്നെ തൂങ്ങിക്കിടക്കാനേ ഈ സിനിമാ ഇൻഡസ്ട്രിക്ക് സാധിച്ചുള്ളൂ. അദ്ദേഹത്തിൻ്റെ കഴിവുകൾ മുഴുവനും ഉപയോഗിക്കാൻ ഫിലിം ഇൻഡസ്ട്രിക്ക് സാധിച്ചിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം.